ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള വിശേഷങ്ങളാണ് ഈ മിനി വ്ളോഗിൽ വരാൻ പോണത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലായിരുന്നു. എണീറ്റപ്പോൾ തന്നെ അരി അടപ്പത്തിട്ട് ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വഴുതനങ്ങ തോരൻ ഉണ്ടാക്കണം. അതിന് മുൻപ് ആമിക്കുട്ടി എണീറ്റ് അംഗനവാടി പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പോണ്ടാന്നേ, പോണ്ടേ, പോണാ ഫുഡ് കഴിക്കി. കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിപ്പോൾ ആമിക്കുട്ടി പപ്പയുടെ അടുത്ത് പോയി ചോദിക്കുക, വാ പപ്പയെ പോവാന്ന് അംഗനവാടിക്ക്. അപ്പോൾ പപ്പ പറഞ്ഞു എവിടേക്ക് പോകണു, പാലൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിന്നതേ. അങ്ങനെ ടാറ്റ ബൈ ബൈ സിയൊക്കെ പറഞ്ഞ് ആമിക്കുട്ടി അംഗനവാടിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു, പുറത്ത് കഴുകാനുള്ളത്. അപ്പോൾ അതൊക്കെ കഴുകി വന്ന് പിന്നെ വഴുതനങ്ങ തോരൻ വെച്ചു. നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ മുളകൊക്കെ ഇട്ടിട്ട് ഉള്ള തോരനാണ് കേട്ടോ. കടുക് പുറത്തേക്ക് പൊട്ടി പോകാതിരിക്കാനാണ് ഞാനത് മൂടി വെച്ചത് കടുക് ഇട്ടതിന് ശേഷം. പിന്നെ വഴുതനങ്ങ കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കറ കളയാനായിട്ട്. അപ്പോൾ അതിൻ്റെ പൊള്ളലൊക്കെ മാറിക്കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കഴുകി വാരി നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ തോരൻ സെറ്റാക്കി എടുക്കണമായിട്ട്. അപ്പോൾ തോരൻ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കും. റെസിപ്പി ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞ് ഞാൻ ഊണ് കഴിക്കാൻ വന്നത്. അപ്പോഴേക്കും നല്ല കത്തണ വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വഴുതനങ്ങ തോരൻ എടുത്തിട്ടുണ്ട്, മീൻകറി കുറച്ചെടുത്തിട്ടുണ്ട്, കടല എടുത്തിട്ടുണ്ട്, പരിപ്പും ചീരയും ഇന്നലത്തെ ബാലൻസ് ഉള്ളതാണ്, പരിപ്പും ചീരയും മീൻകറി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ രണ്ടാമത്തെ ചേട്ടത്തിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ അവർക്ക് കൊടുക്കാനായിട്ട് ബ്രെഡും ഒക്കെ ഓംലെറ്റ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം എന്ത് ചെയ്യും, ഞാൻ ഈവനിങ് ആയപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മണ്ണ് കൊണ്ടുപോകണതേ മുളക് ചെടികൾ കുറച്ച് വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളമിടേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒരുവിധം മനസ്സിലായി കാണുമല്ലോ, കരിയില സൂപ്പർ വളമാണ്. അപ്പോൾ അതിട്ടിട്ട് തന്നെയാണ് കേട്ടോ നല്ല വിളവെടുപ്പിന് മുളകുകളൊക്കെ സെറ്റായി കിട്ടണേ. അപ്പോൾ അതേ മുളകിന് ആദ്യം കരിയില ഇട്ട് കൊടുത്തു, പിന്നെ കോഴിക്കാഷ്ടം ഇട്ട് കൊടുത്തു, പിന്നീട് അതിൻ്റെ മേലെ കൂടെ മണ്ണും കൂടി ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കറക്റ്റ് സമയത്ത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല പോലെ ഫ്ലവറിങ് ഒക്കെ നടന്ന് നല്ല പോലെ വിളവെടുപ്പൊക്കെ കിട്ടും കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയതാണ് കുറച്ച് കാന്താരി മുളകും പിന്നെ നാടൻ മുളകും വീണ്ടും പൊട്ടിക്കാനുണ്ടായിരുന്നു. പേരക്കായ പിന്നെ 2 പൊട്ടിച്ചുള്ളൂ, ഇഷ്ടം പോലെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടി മുളക് പൊട്ടിക്കാൻ വന്നതാണ്. ഒരു പ്ലേറ്റ് നിറച്ച് മുളകും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ.